നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനങ്ങനെ ഇന്ന് അമ്പലത്തിലൊത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്നങ്ങനെ ജനിച്ച ദിവസമല്ലേ. അപ്പം അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അവരുടെയൊക്കെ കുടുംബക്ഷേത്രത്തിലോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ രാവിലെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോവാണ്. ദേവീക്ഷേത്രമാണ്, ചൂരക്കാട്ടാണ് അമ്മയുടെ കുടുംബക്ഷേത്രം. അപ്പോൾ അവിടെ പോകാനായിട്ട് ഇറങ്ങിയപ്പം ഒരു നല്ല ചുമന്ന റോസാപ്പൂ നിൽക്കുന്നു. ദേവീക്ഷേത്രത്തിലൊക്കെ ആകുമ്പം ചുവപ്പ് കളറ് അവർക്ക് നല്ല പ്രിയപ്പെട്ട കളറല്ലേ. അപ്പം ഞാൻ നോക്കി എന്നും ഇഷ്ടംപോലെ റോസാപ്പൂ കാണുന്നത് ഇന്നൊരെണ്ണമേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് കുറച്ച് തെറ്റിപ്പൂവും കൂടെ ഒടിച്ച്, അതും ചുവപ്പായതുകൊണ്ട് അതും ദേവീക്ഷേത്രത്തിലേക്ക് ഇഷ്ടമുള്ള ഇതല്ലേ. അപ്പോൾ ഇതുമായിട്ട് ഞാനിന്ന് അമ്പലത്തിൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അവരെയൊക്കെ ഒന്ന് കണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്ത സ്ഥിതിക്ക് അവരുടെയൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോയി അവരോടൊക്കെ നന്ദി പറയാമെന്ന് കരുതി പോവുകയാണ്. പങ്കി എവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ വന്നു. ചൂരക്കാട്ടാണ്, ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ, വഴിപാടും കാര്യങ്ങളൊക്കെ അവിടെ നടത്തി. മോനുണ്ട്, സിദ്ധാർത്ഥും ഉണ്ട് ഇന്ന് കൂടെ. അപ്പോൾ അവനെ വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചത്. ഇത് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വരുന്ന കുടുംബക്ഷേത്രമാണ്. ഇവിടാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ വരാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് പങ്കി കൂടെ വരണമെന്നും പറഞ്ഞ് വെള്ളം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത ഇനി അച്ഛൻ്റെ കുടുംബക്ഷേത്രം കരുനാഗപ്പള്ളിയാണ്. അപ്പം ഞാൻ അവിടോട്ട് പോവുകയാണ്. അപ്പോൾ തീരദേശ റോഡിൽ കൂടെയാണ് പോകുന്നത്, കടലിൻ്റെ സൈഡിൽ കൂടെ. തീരദേശത്തൂടെ പോകാമെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യാം. നല്ല റോഡുമാണ്. ഇത് കണ്ടോ, തിര അടിച്ചാൽ നമ്മുടെ ദേഹത്ത് വന്ന് വീഴുന്ന രീതിയിൽ റോഡിന് ചേർന്നാണ്. ഇതായിരം തെങ്ങിൽ നിന്ന് വള്ളിക്കാവ് വഴി തെക്കോട്ട് പോകുന്ന റൂട്ടാണ്. കടലിനോട് ചേർന്നാണ് റോഡുള്ളത്. നോക്കിയേ, നല്ലൊരു തിര അടിക്കാമെങ്കിൽ നമ്മുടെ കാറിനകത്ത് വെള്ളം തെറിച്ച് വീഴും. അത്രയ്ക്ക് ഉള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റോഡ് നല്ലതാണ്, പെട്ടെന്ന് അങ്ങ് ചെല്ലുകയും ചെയ്യാം. ഒരുപാട് വളവും തിരിവൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സിദ്ധാർത്ഥത്തിന് വണ്ടി ചുരുക്കും. അതുകൊണ്ട് മോനുള്ളതുകൊണ്ട് ഇതിലേ പോകാമെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇല്ല. അപ്പോൾ കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറാണ്, തെക്കൻ കോഴിക്കോടാണ് അച്ഛൻ്റെ കുടുംബക്ഷേത്രം. അപ്പോൾ അവിടോട്ട് പോവുകയാണ്. അവിടെ ഒന്ന് പോയി, അച്ഛനും അമ്മയും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ പോയി അവരുടെയൊക്കെ അനുവാദം മേടിച്ച് അവരോടൊക്കെ നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്നുള്ള റോഡാണ്. നേരെ അങ്ങ് ആറാട്ടുപുഴ തോട്ടപ്പള്ളി വഴി നേരെ അങ്ങ് കാട്ടിയമ്പലം വരെ പോയി. റോഡിൽ കാട്ടിയമ്പലം വരെ തീരദേശ റോഡ് ഇതേപോലെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ തീരദേശ റോഡിൽ കൂടെ നേരെ അമ്പലത്തിലെത്തി. ഇതാണ് അച്ഛൻ്റെ കുടുംബക്ഷേത്രം. ഇത് ഇടയ്ക്കോട്ട് ദേവീക്ഷേത്രം. ഇത് ദേവീക്ഷേത്രം തന്നെയാണ്. അപ്പം 2-3 മാസമായി ഇങ്ങോട്ട് വന്നിട്ട്. തിരക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. മറ്റേ മാസത്തിൽ വരുന്നതായിരുന്നു. വീട് പണിയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഒത്തിരി നാളായി. അപ്പം അവിടെയും കയറി അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്ന്. നോക്ക്, അമ്മ എന്നോട് പറഞ്ഞത് ഒത്തിരി നാളായല്ലോ വന്നിട്ടെന്ന്. തിരുമേനിയും കണ്ട ഉടനെ പറഞ്ഞ് ഇവിടെ സപ്താഹം കണക്കാറുണ്ട്, അന്നേരം വരുന്നതാണ്. ഒരു ദിവസത്തെ സപ്താഹം നമ്മുടെ വകയാണ് ഇവിടെ നടത്തുന്നത്. അച്ഛൻ്റെ അമ്മയുടെ പേരിലാണ് ഇവിടെ ഞങ്ങൾ മക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു ദിവസം സപ്താഹം നടത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം സപ്താഹം നടത്ത വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് ഇടയ്ക്കോട്ട് ദേവീക്ഷേത്രം എന്ന് പറയും. ഇത് അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ്, അച്ഛൻ്റെ കുടുംബമാണ്. വരുന്ന വഴിക്ക് നമ്മളെ ഇക്കായെ കണ്ടായിരുന്നു. അത് വീഡിയോയിൽ എടുത്തില്ല, റോഡിൽ വെച്ചാണ് കണ്ടത്. ഇക്കായെ കണ്ട് ഇക്കായ്ക്ക് സാധനമൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ. അപ്പം സാധനം മേടിച്ച് കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇക്കായ്ക്ക് ക്യാഷ് കൊടുത്ത് ഇക്കായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോരുന്നത്. കൈക്ക് ഒരുപാട് സന്തോഷമായി നമ്മളെ കണ്ടിട്ട്. അന്ന് ഓണത്തിന് പോയിട്ട് പിന്നെ പോകാൻ പറ്റിയില്ലായിരുന്നു. ഇന്നിപ്പോഴാണ് കാണുന്നത്. ഇത്രയും നാൾ നമുക്കിവിടെ ഈ ഭൂമി ജീവിക്കാൻ പറ്റിയതിന് അവരോടൊക്കെ നന്ദി പറയാം. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ വന്നു. അതിനുശേഷം എന്താണ്ട പങ്കിയെ കാണാതല്ലേ നമ്മൾ പോയത്. പങ്കി എങ്ങാണ്ടൊക്കെ തെണ്ടിപ്പിറക്കാൻ പോയതൊക്കത്തിനെ അങ്ങ് പോയത്. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇരുന്ന് പരിഭവം പറയുകയാണ്. പിണക്കവും പരിഭവവും അവളെ കൊണ്ടുപോകാതെ പോയതിൻ്റെ ആണ്. പാല് കൊടുത്തിട്ടൊന്നും കുടിക്കുന്നില്ല. എന്നോടിരുന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെ ആയിരുന്നു? നിന്നെ കൊണ്ടുപോകാനല്ല, നീ ഇന്നെ രാവിലെ കാണാത്തതുകൊണ്ടല്ലേ? രാവിലെ കണ്ട് തെണ്ടിപ്പറക്കാൻ പോയായിരുന്നു. ഞാൻ ഇറങ്ങിയ ഉടനെ കണ്ടില്ല. ആ തക്കത്തിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇയാൾ പിണങ്ങിയിരിക്കുവാണ്, ഇയാളെ കൊണ്ടുപോകാത്തതുകൊണ്ടും ഇയാളെ കാണാതെ പോയതുകൊണ്ടും. എൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല, ഞാൻ പറഞ്ഞു മുഖത്ത് നോക്കിയിരിക്കാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ച്, നീ നിൻ്റെ ഇഷ്ടത്തിന് കറങ്ങാൻ പോയിട്ടല്ലേ, അല്ലെങ്കിൽ ഇവിടെ കാണുമായിരുന്നല്ലോ, അപ്പം നമ്മുടെ കൂടെ വരാമായിരുന്നല്ലോ. അപ്പോൾ പിള്ളേർ പിണങ്ങിയിരിക്കുന്ന പോലെ വന്ന് പിണങ്ങിയിരിക്കുവാണ്. രാവിലെ അവളെ കാണാതെ അവളെ കൊണ്ടുപോകാതെയും പോയതിൻ്റെ പരിഭവവും പിണക്കവും ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പാലൊക്കെ കുടിക്കാൻ കൊടുത്തില്ലാണ്ട് വീണ്ടും എന്നെ തോണ്ടി വിളിക്കുക, എന്നെ കൊണ്ടുപോയില്ലല്ലോ, എന്നാലും എന്നെ കൊണ്ടുപോകാതെ പോയല്ലോ എന്നുള്ള രീതിയിലാണ് അവൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. ബഹളം വെച്ചാണ് അവൾ എന്നോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, നീ ഇല്ലാഞ്ഞുകൊണ്ടല്ലേ, അല്ല നിന്നെ കൊണ്ടുപോകാനല്ലോ. നീ രാവിലെ എണീറ്റ് വരുമ്പോൾ എന്നും കാണുന്നോളൂ, ഇന്ന് ഇല്ല. ഇപ്പോൾ ഇടയ്ക്ക് ഒരു പരിപാടിയുണ്ട്, നമ്മളിൽ വീട് പണിയുന്നിടത്ത് പോയി കിടക്കും. ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ എവിടെ വിചാരം അവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവിടെ പോയി കിടക്കും. എന്നിട്ട് ഇങ്ങോട്ട് വരത്തില്ല ചില ദിവസം. ഞാൻ പിന്നെ രാത്രി പോയി വിളിച്ചുകൊണ്ട് വരുമോ, ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെ അത് വീട് നമ്മുടെ വീടാണെന്നും പറഞ്ഞ് അവിടെ പോയി കിടക്കുന്നത്. അങ്ങനെ പിണക്കവും പരിഭവവും ഒക്കെ എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവളെ കാണാതെ പോയതിൻ്റെ പേരിൽ അവളിവിടെ വന്ന് നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. രാവിലെ എന്നും കാണുന്നതല്ലേ, ഇന്ന് കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയാലും വിളിച്ചോട്ട് വരുന്നതാണ്. അതിന് പാല് കൊടുത്ത് അപ്പം പങ്കിച്ചിയുടെ പിണക്കം കണ്ടല്ലോ നിങ്ങൾ. ചില കൊച്ചു പിള്ളേർ വന്നിരുന്ന് പിണങ്ങി തിരിഞ്ഞിരിക്കുന്ന പോലെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പങ്കിച്ചിയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരുപാട് മെസ്സേജുകളൊക്കെ ഇടുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരു നല്ല ദിവസം.